നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിക്കാൻ പോകുന്നത്. अच्छी तरह जानने वाला एक वचन अभी पढ़ेंगे. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. दूसरा राजा 2:9. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. पवित्र आत्मा हमसे बात करने वाला वचन के लिए मैं प्रभु को धन्यवाद कहता हूँ. ഏലിയാവിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എലീശ. एलिया के पीछे चलने लगा एलीशा बहुत समय से. സ്തോത്രം. ഒരിക്കലും എലീശ ചോദിച്ച് ഇവന്റെ പുറകെ പോയതല്ല. एलीशा कभी पूछ के उसके पीछे नहीं गया. മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം ഇവന്റെ മേൽ കിടപ്പുള്ളതുകൊണ്ട് पवित्र आत्मा का इच्छा इसके ऊपर था, इसलिए ദൈവത്തിന്റെ ആത്മാവ് ഇവനെ തെരഞ്ഞെടുത്തതാണ്. पवित्र आत्मा इसे चुना था. ഏലിയാവിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് ഏലീശയുടെ മേൽ ഇട്ടിട്ട് ഏലീശയെ പുറത്തിറക്കിയതാണ്. एलिया के ऊपर दिया गया अभिषेक का चादर एलीशा के ऊपर डालकर उसे बाहर डालता है. ചിലത് അവൻ ചില കാര്യങ്ങളെ അവൻ വിട്ടു. तब वो कुछ विषयों को छोड़ा. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. वो सब हम लोग जानते हैं, इसलिए उसमें हम लोग नहीं जाएंगे. അവൻ വിട്ട ഏലിയാവിന്റെ പുറകെ ഇവൻ അനുഗമിക്കുകയാണ്. वो सब छोड़कर वो एलिया का पीछा ഓരോ करता है. ശുശ്രൂഷകൾ ഇവൻ നോക്കി കാണുന്നു. एक-एक सेवकाई वो देखकर समझता ഓരോ है. ദിവസം ചെല്ലും തോറും एक-एक दिन आगे बढ़ते ഇവന്റെ समय അകത്തെ ദാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. अंदर का प्यास बढ़ता है. എനിക്ക് ഏലിയാവിനേക്കാൾ വലിയ ശുശ്രൂഷ ചെയ്യണം. एलिया से बढ़कर मैं सेवकाई करना എനിക്ക് चाहता हूं. മറ്റുള്ളവരെക്കാൾ വലിയൊരു മിനിസ്ട്രി എനിക്ക് ചെയ്തെടുക്കണം. दूसरों से बढ़कर मिनिस्ट्री मुझे करना है. യമൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ഞാൻ ദൈവമക്കളോട് ആഴമായി വിളിച്ചു പറയാം. आज मैं पवित्र आत्मा की गहराई से कहना चाहता हूँ. കൊതിയുള്ളവനോട് തമ്പുരാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. चाहने वालों से परमेश्वर प्रश्न करता है. വാഞ്ചയുള്ളവനോട് ദൈവം ചില ചോദ്യങ്ങളെ ചോദിക്കും. जो चाहते हैं उनसे परमेश्वर पूछता है. യമൻ സ്തോത്രം. അവൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. वो प्यास के साथ उसके पीछे चल रहा എന്താണ് है. അവൻ ഏലിയാവ് ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലുള്ള മിനിസ്ട്രി എനിക്ക് ചെയ്യാൻ സാധിക്കുക? एलिया जो भी सेवकाई करा वैसे सेवकाई मैं भी करना चाहता हूँ. അങ്ങനെ ഒരു ആത്മ സാന്നിധ്യത്തിലേക്ക് എന്നെ ഞാൻ നയിക്കപ്പെടുമോ? ഞാൻ ऐसा एक आत्मा का सानिध्य में मुझे ले जाएगा क्या? നാളുകളായി ഏലിയാവിന്റെ പുറകെ നടന്ന ഈ മനുഷ്യൻ कुछ समय से एलिया का पीछे चलने वाला ये मनुष्य, അവസാന സമയം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാലഘട്ടം ആ സമയമായപ്പോൾ एलिया को स्वर्ग में उठा लिए जाने का उस समय निकट आया था. ഏലിയാവ് എലീശയോട് പറയുന്നു, നീ ഗിൽഗാലിൽ പാർക്കുക, एलिया एलीशा से कहता है तू गिलगाल നീ में रह, ബഥേലിൽ പാർക്കുക, तू बेतेल में रह, നീ യോർദാന്റെ കരയിൽ പാർക്കുക. तू योर्दान के पार में रह. അവിടെ കുറെ പ്രവാചക ശിഷ്യന്മാരുണ്ട്. वहाँ में कुछ भविष्यवाणी करने वाले हैं. പക്ഷേ ഏലീശ പറയുന്നു, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. एलीशा कहता है मैं परमेश्वर मेरे जान को बगैर तुम्हें छोड़ूंगा नहीं. കാരണം ഇവന്റെ അകത്തൊരു വലിയ വാഞ്ച കിടപ്പുണ്ട്. इसके अंदर में एक बड़ा प्यास है. യമൻ എന്റെ യജമാനൻ എന്റെ പക്കൽ നിന്നെടുക്കപ്പെട്ടാൽ मेरा स्वामी मुझसे उठा लिए जाने समय എനിക്ക് ചിലത് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ मुझे कुछ सेवकाई करना हो तो ഇതുവരെ ഞാൻ പ്രാപിക്കാത്തൊന്ന് പ്രാപിച്ചേ പറ്റൂ. मैं जो पाना है वो आज पाना ही है. എന്തെങ്കിലും എന്നിലൂടെ ചിലത് വെളിപ്പെടണമെങ്കിൽ, मेरे द्वारा कुछ प्रकट होना हो तो ഞാൻ ചിലത് ചെയ്യണമെങ്കിൽ, मैं कुछ करना हो ഞാൻ तो പ്രാർത്ഥിക്കണമെങ്കിൽ, मैं प्रार्थना करना हो എന്റെ മേൽ तो വെളിപ്പെട്ട അഭിഷേകം പുറത്തു കൊണ്ടുവരണമെങ്കിൽ मेरे ऊपर बूंदेला वाला अभिषेक എനിക്ക് बढ़ना हो तो ആത്മാവിന്റെ ഇരട്ടി ശക്തി ആവശ്യമാണ്. परमेश्वर का दुगना आशीष चाहिए. അവൻ കൊതിയോടെ നടക്കുന്ന ഒരു മനുഷ്യൻ प्यास से वो इसका पीछा करता है. ഇവൻ തയ്യാറല്ല എവിടെ പാർക്കാൻ. वो कहीं में नहीं रुका. ബഥേലിൽ നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, बेतेल में अच्छा अनुभव था, ഗിൽഗാലിൽ നല്ലതായിരിക്കാം, गिलगाल भी अच्छा था, യോർദാൻ ഇക്കരെയുള്ള സ്തോത്ര യെരിഹോവിലെ അല്ലെങ്കിൽ ശിഷ്യന്മാർ നല്ലവരായിരിക്കാം. योर्दान के पार इसका चेले लोग भी अच्छे थे. പക്ഷേ സ്തോത്രം ഏലീശയ്ക്ക് അവിടെയൊന്നും പാർക്കാൻ താല്പര്യമില്ല. एलीशा वहाँ कहीं भी रहना नहीं चाहता था. അവിടെ എല്ലാം ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ യമൻ ഇരട്ടി ബലത്തോടെ വന്നാലേ വല്ലതും നടക്കൂ. वहाँ सब आना हो तो दुगना बल के साथ आने से ही होगा. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ യമൻ പഴയതുപോലെ ഒരു ഇരിപ്പിരുന്നാൽ ഒന്നും നമുക്ക് ലഭിക്കപ്പെടുന്നില്ല. उपवास के 21 दिन प्रार्थना में पहले जैसे बैठने से हम लोग कुछ नहीं पाएंगे. പുതിയതൊന്ന് ചെയ്യാൻ ആത്മാവിന്റെ നിയോഗം നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, नया कुछ करने के लिए आत्मा का नियुक्ति आप में है तो നമ്മുടെ അകത്ത കൊതി കിടപ്പുണ്ടെങ്കിൽ, आप में वो प्यास होने से ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, मैं आज कहना चाहता हूँ നിന്നെ ഒതുക്കുന്ന
ഒരിടത്ത് ഒതുങ്ങിയിരിക്കാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. आपको कोई भी रोकता है तो वहाँ पे रहने के लिए आप समर्पित नहीं करना. നിന്നെ ഒതുക്കി വെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. आपको जहाँ दबा देता है, നിന്നെ ബന്ധിച്ചു നിർത്തുന്ന അവസ്ഥകളുണ്ട്. आपको जहाँ बंधन में डाल देता അവിടെ है, നിന്ന് ആത്മാവിന് പുറത്തു വരണം. वहाँ से आत्मा में तू बाहर आना അവിടെ है. നിന്ന് ആത്മാവിൽ പുറത്തു വരണം. वहाँ से आत्मा में तू बाहर आना है. എങ്കിലേ ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെട്ടു വരത്തുള്ളൂ. परमेश्वर का कार्य तेरे द्वारा प्रकट होगा. മൂടി വെക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ, ढक के रखने चाहने वालों के सामने, അമർച്ച ചെയ്യുന്നവരുടെ മുൻപിൽ, दबाने वालों के सामने, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവന്റെ മുൻപിൽ, रुकावट करने वालों के सामने, നിന്റെ അകത്തെ മിനിസ്ട്രി പുറത്തു വരാതെ, आपके अंदर का सेवकाई बाहर നിന്റെ आए അകത്തെ बिना, പ്രാർത്ഥന പുറത്തു വരാതെ, आपके अंदर का प्रार्थना बाहर നിന്റെ आए അകത്തെ बिना, ആരാധന പുറത്തു വരാതെ, आपके अंदर का आराधना बाहर आए നമ്മുടെ बिना, അകത്തെ വിശുദ്ധി പുറത്തു വരാതെ, हमारे अंदर की पवित्रता बाहर आए നമ്മുടെ बिना, അകത്തെ വിശ്വാസം പുറത്തു വരാതെ, हमारा विश्वास बाहर आए പാത बिना, എന്ന അന്ധകാരത്തെ रुकावट करने वाले अंधकार പൊളിച്ച് പുറത്തു വരാൻ उसको तोड़कर बाहर आना है. അഞ്ചാമത്തെ പകൽ സ്വർഗ്ഗം ഇടപെടുക. ये पांचवें पहर में परमेश्वर उतरे. ആമേൻ. വിളിച്ചിറക്കിയത് എവിടെയെങ്കിലും കുത്തിയിരുത്താനല്ല. आपको बुलाया है कहीं में बैठा के रखने के लिए नहीं. ആമേൻ. എലീശയ്ക്ക് വീണ പുതപ്പെന്ന് പറയുന്ന, അല്ലെങ്കിൽ അവനെ വിളിച്ച് വിളിയെന്ന് പറയുന്നത് സാധാരണ വിളിയല്ല. एलीशा को बुलाया गया बुलाहट और साधारण बुलाहट नहीं था. വിളി തിരിച്ചറിഞ്ഞവനെ ആട്ടങ്ങിയിരിക്കാതെ പുറപ്പെടാൻ പറ്റൂ. बुलाहट को पहचाना वाला और शांत नहीं बैठ सकता. എത്ര പേര് കേൾക്കുന്നുണ്ട്? യമൻ വിളി തിരിച്ചറിഞ്ഞവന് बुलाहट को पहचाना वाला അവൻ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. वो शांत नहीं बैठ पाएगा, അവന് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. चुप नहीं रह അവൻ पाएगा, ഉപവസിക്കാതിരിക്കാൻ പറ്റുകയില്ല. बात करे बिना नहीं रहेगा. അവന്റെ വിളി കിടക്കുന്നത് വ്യത്യസ്തമാണ്. उसका बुलाहट अलग है, അവന്റെ മേൽ കിടക്കുന്ന അധികാരം വ്യത്യസ്തമാണ്. उसका प्रार्थना अलग है. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കൊതിച്ച ഈ മനുഷ്യൻ, एक परमेश्वर का बड़ा कार्य प्रकट होने के लिए चाहने वाला ये मनुष्य, വിളിയുള്ളവന്റെ പ്രത്യേകത അതാണ്. वो बुलाहट है वाला का ഇത് विशेषता പലതും वही है. വിശ്വസിക്കാൻ കഴിയുമോ? आज आप विश्वास कर लेंगे. ആമേൻ. കാളയെ വിട്ടത് ബഥേലിൽ കുത്തിയിരിക്കാനല്ല. वो अपना बैल छोड़ के आया बदल में रहने के लिए. ആമേൻ. അപ്പന്റെ കൂടെയുള്ള ആ ജോലി വിട്ടത് യമൻ ഗിൽഗാലിൽ ഇരിക്കാനല്ല. अपना वो पिता के साथ का काम छोड़ा वाला गिलगाल में रहने के യമൻ लिए. വീട്ടുകാരെ നാട്ടുകാരും വിട്ടത് സ്തോത്രം അവൻ എരിഹോവിന്റെ ഓരത്തിരുന്ന് പ്രവാചക ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കാനല്ല. अपने परिवार वालों को और अपने देशवासियों को छोड़ा वो यहाँ पे ദൈവം बैठने के लिए ഏൽപ്പിച്ച नहीं. ചില അധികാരങ്ങളെ ചെയ്തെടുക്കാൻ, परमेश्वर सौंपा गया कुछ अधिकार को ദൈവം करने के ഏൽപ്പിച്ച लिए. ശുശ്രൂഷ ചെയ്തെടുക്കാൻ परमेश्वर सौंपा गया सेवकाई करने के യമൻ लिए. സമുദായങ്ങളിൽ നിന്ന് നിന്നെ വിളിച്ചതെന്തിനാ? समूह से आपको बुलाया क्यों? ജാതീയ കോട്ടയ്ക്കകത്തുനിന്ന് നിന്നെ വിളിച്ചത് വെറുതെ ഇരിക്കാനല്ല. जातियों के बीच से आपको बुलाया चुप बैठने के നീ लिए नहीं. ആത്മാവിൽ പുറത്തു വരാനാ. आत्मा में बाहर आना നീ है, ആത്മാവിൽ ചലിക്കാനാ. आत्मा में चलना നിന്റെ है. മേലുള്ള അധികാരം ഉപയോഗിക്കാനാ. आपके अंदर एक अधिकार നിന്റെ है, മേലുള്ള അഭിഷേകം ഉപയോഗിക്കാൻ. आपके अंदर का अभिषेक वो। बढ़ाना है. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് വിളിച്ചു പറയാ. मैं आत्मा में कहना चाहता हूँ, 2-3 ദിവസം നമ്മൾ വചനത്തിനകത്തേക്ക് ഇറങ്ങി ചിലത് പഠിച്ച് കയറുകയായിരുന്നു. पिछले दिनों में सब वचन के ഇനി गहराई നീ में थे. ഒതുങ്ങരുത്. ആത്മാവിൽ നീ പുറത്തു വന്നോണം. अभी आप आत्मा में बाहर आना ഇനി है. നീ ഒതുക്കപ്പെടരുത്. ആത്മാവിൽ നീ പുറത്തു വരണം. अभी आप चुप नहीं बैठना, आत्मा में बाहर आना है. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചാ വരാൻ പോകുന്നത്. ये उपवास के प्रार्थना हमारे जीवन में बड़ा बदलाव നമ്മുടെ होगा. വാക്കിന് പ്രത്യേക അധികാരം പകരും. हमारे जीव में परमेश्वर अधिकार നമ്മുടെ देगा. വാക്കിന് പ്രത്യേക അധികാരം പകരും. हमारे बातों में परमेश्वर നമ്മൾ अधिकार देगा. വേണ്ടാത്തത് പറയാൻ പോകണ്ട. हम लोग बेकार की बातें नहीं നമ്മുടെ बोलना. നാവിന്റെ ബലത്തെ കെടുത്തുന്ന വേണ്ടാത്ത വാക്കുകളെ നമ്മുടെ അധരത്തിൽ ഉച്ചരിക്കപ്പെടരുത്. हमारे जीव से आत्मा का शक्ति को कमजोर करने वाला बात नहीं आना है. കാരണം നിന്റെ നാവിന് അധികാരമുണ്ട്. आपके जीव में अधिकार നിന്റെ है, കരത്തിന് അധികാരമുണ്ട്. आपके हाथ में ഈ अधिकार है. അഞ്ചാമത്തെ പകൽ എത്ര പേര് കൊതിക്കുന്നുണ്ട് ये ഇതിനകത്ത്? पांचवें पहर कितने लोग चाहते हैं? ഹല്ലേലൂയ. ഏലീശ ഒതുങ്ങിയോ പമ്മിയോ ഇരിക്കാൻ തയ്യാറല്ല. एलीशा चुप नहीं बैठा, പമ്മിയില്ല. वो चुप से नहीं बैठा. എന്റെ ജീവനാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. मेरे जान को छोड़कर. എന്നാ പുറപ്പെടല അല്ലേ? എന്നാ കൊതിയാന്ന് ഓർത്ത് നോക്കിയേ. कितना प्यास है. കാരണം ഏലിയാവിന്റെ മേൽ കിടക്കുന്ന ആ അഭിഷേകത്തിന്റെ പവർ അതാ.
एलिया के ऊपर का अभिषेक का पावर उतना है. ഏലിയാവിന്റെ മേൽ കിടക്കുന്ന ആമേൻ അഭിഷേകത്തിന്റെ പവർ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ യമേ സ്തോത്രം അവനെ വിട്ടുപിരിയാൻ മനസ്സില്ല. एलिया के ऊपर का वो अभिषेक को जाना वाला मनुष्य उसको छोड़कर जाना नहीं चाहता था. ആ ഗുരുവിന്റെ കൂടെ തന്നെ പുറപ്പെടുക, वो गुरु का साथ ആ चलता है, യജമാനന്റെ കൂടെ തന്നെ പുറപ്പെടുക. वो स्वामी के साथ चलता है. എന്നെങ്കിലും എന്റെ മേൽ അവന്റെ മേൽ പകരപ്പെട്ടതിനേക്കാൾ ഒരു പവർ വെളിപ്പെടുമെന്നുള്ള കൊതി അവന്റെ അകത്തുണ്ട്. कभी तो उस स्वामी में उंडेला हुआ अभिषेक मुझ में भी उंडेलेगा, ऐसे प्यास के साथ चलता है. പ്രത്യേകിച്ച് യമേ സ്തോത്ര എലീശയോട് പറയുന്നത് ഞാൻ എടുക്കപ്പെടാൻ പോവാ. एलीशा कहता है मैं उठा लिए जाने का समय है. ഇവന്റെ അകത്തൊരു ഭയമുണ്ട്, तब इसके अंदर एक डर आता है, അപ്പൊ തന്നെ ഇവന്റെ അകത്തൊരു കൊതിയുണ്ട്. तब इसके अंदर एक प्यास आता है. ഇവൻ പോയാൽ ഇതുവരെ കിട്ടേണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ല, ये अगर चले गया तो मैं जो पाना नहीं ഇതുവരെ ഞാൻ पाएगा तो പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ടില്ല. आज तक मैं पाया नहीं हूँ. വർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെ, वर्षों से परमेश्वर की सेवा करने वाले പ്രാപിക്കേണ്ടതിനെ लोग പ്രാപിച്ചിട്ടില്ലെങ്കിൽ, अभी तक आप पाए नहीं हो तो ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, ग्रहण करना है, ग्रहण नहीं ഈ करें ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നീ ഏറ്റെടുത്തോണം. तो ये उपवास के प्रार्थना में आप ग्रहण कर ഈ ले. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാപിച്ചോണം. ये उपवास के प्रार्थना में आप स्वीकार कर ले. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആള് മാറും, हम लोग बदल जाएंगे, നമ്മൾ ചേഞ്ച് ആകും. हमारे में चेंज നമ്മുടെ आएगा, വാക്കുകളും നോട്ടവും ചിന്തയെല്ലാം ചേഞ്ച് ആവും. हमारा बात देखना सब बदल ഇന്ന് जाएगा. വെളിപ്പെടുന്നത് വലിയ അനോയിന്റിംഗ്. उसके बाद प्रकट होगा बड़ा ഞാൻ പറയാം, ഈ अभिषेक. ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ പകൽ നിന്നുകൊണ്ട് ആത്മാവ് പറയുന്നത് ഒരു ഇരട്ടി പങ്ക് ആത്മസാരിച്ച് നമ്മുടെ മേൽ സ്വർഗം പകരട്ടെ. पांचवें पहर में परमेश्वर कहता है अभिषेक का दुगना अनॉइंटिंग ഈ करेगा. മനുഷ്യൻ ഒതുങ്ങാൻ തയ്യാറല്ല. ये कुछ के लिए भी तैयार नहीं ഇന്ന് हुआ. പകൽ ദൈവ മക്കളോട് ഞാൻ പറയാം, आप लोग से मैं कहना चाहता ഒതുങ്ങാൻ हूँ, തയ്യാറാകരുത്. आप लोग दबने के लिए तैयार नहीं होना. ഒതുക്കാൻ നോക്കുന്ന പിശാചിന്റെ അവൻ മണ്ഡലത്തെ ശാസിച്ച് നീ ആത്മാവിൽ കയറിക്കോണം. आपको दबाने के लिए कोशिश करने वाला शैतान की शक्ति को तोड़कर आप आत्मा में बाहर നിന്റെ आए. ആത്മമണ്ഡലത്തെ ബന്ധിക്കുന്ന ദുരാത്മാവിന്റെ സംഗതികളെ ആത്മാവിൽ നീ ജയിക്കണം. आपके आत्मा के मंडल को रोकने वाला दुष्ट आत्मा की शक्ति को आप आत्मा में जय पाना है. ഹല്ലേലൂയ. ആ വലിയ ദൈവ പ്രവൃത്തി കർത്താവ് ചെയ്യും. बड़ा परमेश्वर का कार्य प्रकट होगा. ദൈവത്തിന്റെ പ്രവൃത്തി തികവുള്ളതാ. परमेश्वर का कार्य पूरा होगा. ഇന്ന് പകൽ വിശ്വസിച്ചോണം ദൈവമക്കൾ. आप लोग विश्वास कर लेना. ഈ മനുഷ്യൻ എവിടെ ഒതുക്കത്തില്ല. ये कहीं में भी रुका नहीं. കാരണം ഇവന് ആമേൻ സ്തോത്രം അങ്ങനെ ഗിൽഗാലിലോ ബേഥേലിലോ ഒക്കെ താമസിക്കാനായിരുന്നെങ്കിൽ, गिलगाल या बेतेल में रहना होने से അയ്യോ അപ്പന്റെ കാളെ വിടേണ്ട കാര്യമുണ്ടോ? वो अपने पिता का बैल को छोड़ के क्यों आया? അപ്പന്റെ കൂടെയുള്ള നല്ല ജോലിക്കാരനായവനും ആയിരുന്നവനാ, वो पिता के साथ के अच्छा काम करने നല്ല वाला था. നേതൃത്വം കൊടുത്തവനാ, उतना काम करने वाला ആമേൻ था, സ്തോത്രം നല്ല രീതി ജോലി ചെയ്തവനാ. अच्छा काम करने वाला था. പക്ഷെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ, वो छोड़ा होने വിടാൻ से പ്രേരിപ്പിച്ചത് ഈ ആത്മീക അധികാരമോ ആത്മാവിന്റെ സാന്നിധ്യമാണെങ്കിൽ, वो छोड़ने के लिए प्रेरणा दिए पवित्र आत्मा का ഈ सानिध्य होने से മനുഷ്യൻ പറയാ ഞാൻ ഇരിക്കത്തില്ല ഇവിടെങ്ങും, ये मनुष्य बोलते मैं ഞാൻ यहाँ നിന്റെ कहीं नहीं പുറകെ रुकूंगा. തന്നെ വരും. मैं तेरा ही पीछा നിന്നെ करूंगा. തമ്പുരാൻ കൊണ്ടുവന്ന് അതെനിക്ക് വിഷയമല്ല, तुझे परमेश्वर ले जाता वो നീ मेरा विषय नहीं എടുക്കപ്പെടുന്ന है. അതെനിക്ക് വിഷയമല്ല. तू उठा लिए जाएगा वो मेरा विषय പക്ഷെ नहीं നിന്നെ है. അനുഗമിക്കാതെ ഞാൻ പോകത്തില്ല. तेरा पीछा करे बिना मैं नहीं जाऊंगा. ആമേൻ. ആ നല്ല ഗുരുവിന്റെ പുറകെ അനുഗമിച്ച മനുഷ്യൻ वो अच्छा गुरु का पीछा करता है. യോർദാന്റെ അക്കരെ എത്തി. योरदान के पार पहुंच ആമേൻ. गया. സ്തോത്രം. നമ്മൾ വായിച്ച വചനം അതാണ്. हम लोग पढ़े वाला वचन. ഹല്ലേലൂയ. സാധാരണഗതിയിൽ ഗുരുക്കന്മാര് ആമേൻ സ്തോത്രം അവസാന നാളുകളിലൊക്കെ ചോദിക്കും ശിഷ്യന്മാരോട്, सही तौर से गुरु लोग पूछे कि अपने चेलों से अंत के समय में നിനക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? तेरा कुछ आग्रह है क्या? എന്തെങ്കിലും നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? कुछ तू उम्मीद करता है क्या? എന്തെങ്കിലും നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? तू मुझसे कुछ चाहता है ഇത്രയും क्या? കാലം എന്റെ കൂടെ നീ നടന്നതല്ലേ? इतना दिन मेरे साथ चला. ആമേൻ. ആ പതിവ് ചോദ്യം ഈ മനുഷ്യനും ചോദിച്ചു. ऐसा ही ये भी उससे पूछा. ഗുരു എന്ന നിലയിൽ ശിഷ്യനോട് ആമേൻ എലിയാവ് എലീശയോട് ചോദിക്കുന്നു, गुरु के तौर से एलिया एलीशा से पूछता है, മകളെ ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടാൻ പോവാ, मैं तुझसे उठा लिए जाने वाला അവസാനമായി है. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നു, मैं एक प्रश्न पूछता നീ हूँ. ഇത്ര കാര്യമായിട്ട് എന്റെ പുറകെ നടക്കുക, तू इतना मेरे पीछे എന്തോ നീ क्या? പ്രതീക്ഷിച്ചിട്ടുണ്ട്, कुछ तो उम्मीद എന്തോ करता നീ है, ആഗ്രഹിക്കുന്നുണ്ട്, कुछ तो चाहता है, എന്തോ കൊതി നിനക്കുണ്ട്. कुछ तो प्यास है എനിക്ക് तेरे अंदर. പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞാൻ പരിഹരിക്കാം. मुझसे कर सकता है तो मैं करूंगा. ആമേൻ സ്തോത്രം. ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണോ? मैं कुछ करना है क्या? ആമേൻ സ്തോത്രം. ഒരിക്കലും ആമേൻ ആ ഗുരു ചിന്തിക്കാത്ത ഒരു ചോദ്യം
ഈ മനുഷ്യൻ ശിഷ്യൻ ചോദിക്കുകയാണ്. वो गुरु कभी भी नहीं सोच सकता ऐसा एक प्रश्न उसका चेला पूछता എനിക്ക് है. അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. मुझे आपके अभिषेक ഓ का രോഗിയെ दुगना. സൗഖ്യമാക്കാൻ പറഞ്ഞാൽ ഞാൻ രോഗിയെ സൗഖ്യമാക്കാം. रोगी को चंगा करना बोलने से യോർദാനെ चंगा होना. വിഭാഗിക്കാൻ പറഞ്ഞാൽ ഞാൻ യോർദാനെ വിഭാഗിക്കാം. योरदान दो भाग करना बोले तो दो भाग മരിച്ചവരെ करना. ഉയർപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉയർപ്പിക്കാം. मरे हुओं को जिलाना हो तो ऐसे करना है. യമൻ മഴ പെയ്യാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ പെയ്യാതിരിക്കാൻ പറയാം. बारिश नहीं होना हो तो ऐसे मैं बोलूंगा ऐसे മഴ करना. പെയ്യാ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാം. बारिश होने के लिए बोले तो वैसे ही मैं തീയിറക്കാൻ പറഞ്ഞാൽ ഞാൻ തീയിറക്കാം. आग उतरना बोले से मैं ऐसे പക്ഷേ ही कहूंगा. ആത്മാവ് സംബന്ധമായിട്ടുള്ള ബന്ധം ഞാനുമായിട്ടുള്ള ബന്ധമല്ല. ये आत्मा का संबंध मेरे द्वारा नहीं है. ഇതെന്റെ സമയസ്വത്ര കൈപ്പടിയിലുള്ളതല്ലിത്. ये आत्मा का सानिध्य मेरा नहीं ഈ है. ആത്മാവുമായിട്ടുള്ള ബന്ധം സ്വർഗീയ ബന്ധമാണ്. ये आत्मा का संबंध स्वर्ग से है. ഇത് മാത്രം എനിക്ക് തരാൻ പറ്റുകയില്ല. ये मैं नहीं दे सकता. എത്ര പേര് ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്? ഇതെനിക്ക് തരാൻ പറ്റുകയില്ല. ये मैं नहीं दे ഇത് सकता. അസാധ്യമായ ये കാര്യമാണ്. असाध्य है. നീ ചോദിച്ചത് പ്രയാസമാ. तू जो पूछा बहुत कठिन അതുകൊണ്ടായി है. മനുഷ്യൻ പറഞ്ഞ നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യം. तू जो पूछा वो कठिन बात है. കാര്യം ബാക്കി എന്നെ ചോദിച്ചാലും എനിക്ക് തരാം. बाकी कुछ भी पूछे मैं दे दूंगा. ഹേമേ, നിനക്ക് വിടുതൽ വേണോ? तेरे को छुटकारा നിനക്ക് चाहिए യോർദാൻ മുറി ചക്കര പോണോ? तो तेरे को योरदान दो भाग करके ഹേമേൻ जाना है. ആരെങ്കിലും ഉയർപ്പിക്കണോ? किसी को जलाना है. തീയിറക്കണോ? आग उतारना ഞാൻ है. തീയിറക്കാം. आग उतारूंगा. ഹേമേ, ഞാൻ യോർദാനെ വിഭാഗിക്കാം. मैं योरदान को दो भाग करूंगा. പക്ഷേ ആത്മാവിന്റെ ഇരട്ടി പങ്ക് आत्मा का दुगना हिस्सा ഇതെന്റെ ഹേമേൻ കയ്യിലുള്ള ജോലിയല്ല. ये मेरे हाथ में नहीं है. ഹേമേൻ, ഇത് നിനക്ക് കിട്ടാം, കിട്ടാതിരിക്കാം. ये आप पा सकते नहीं भी पा सकते. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹേമേൻ, ഇട്ടാവട്ടത്തിൽ ഇസ്രായേലിൽ മുഴുവൻ മാത്രം वो थोड़ा जगह में ഒരു इस्राएल के ഏലിയാവ് अंदर ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ एक एलिया उपयोगी हुआ था. ആ ഏലിയാവിനെ സ്വർഗം എടുക്കപ്പെടാൻ നേരത്ത് वो एलिया को उठा लिए जाने के ശിഷ്യന്റെ समय ആഗ്രഹം നടത്തി കൊടുക്കാൻ ഒക്കാതെ പറഞ്ഞ ഏലിയാവ് वो चेला का आग्रह नहीं कर पाया. പക്ഷേ അവനൊരു റൂട്ട് പറഞ്ഞു കൊടുത്തു. उसका एक रूट बता ഇതെന്റെ देता. പക്കലുള്ളതല്ല കുഞ്ഞേ. ये मेरा हाथ में नहीं ഞാൻ है. എടുക്കപ്പെടുന്ന നീ കാണുന്നെങ്കിൽ मैं उठा लिया जाता तू നിനക്ക് देखेगा അങ്ങനെ तो ഉണ്ടാകാം. तेरे को ऐसा ही होगा. നിനക്കത് ലഭിക്കപ്പെടാം, वो आप पा सकते हैं ലഭിക്കപ്പെടാതിരിക്കാം. नहीं भी पा सकता. എത്ര പേര് കേൾക്കുന്നുണ്ട്? യമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, കൊതിയുള്ളവൻ ചിലത് പ്രാപിച്ചേ എഴുന്നേക്കത്തുള്ളൂ. जो प्यासे हैं वो परमेश्वर से कुछ पाकर उठना है. നിയോഗിക്കപ്പെടുന്നവൻ ചിലത് പ്രാപിച്ചേ എഴുന്നേക്കത്തുള്ളൂ. परमेश्वर नियुक्ति दिया है तो अब पाके उठना വീണ है. അഭിഷേകത്തിന്റെ ചലന നിമിത്തം अभिषेक का उच्चलन के द्वारा ഈ ഉപവാസ പ്രാർത്ഥന നിനക്കൊരു ക്ഷീണമാകത്തില്ല. ये उपवास के प्रार्थना कभी आपको कमजोर नहीं അല്ലാത്തവർക്ക് होगा. ഇത് ക്ഷീണവും ബോറുമാകുമ്പോ उसके बगैर सभी लोग बोर हो जाएंगे. കൊതിയുള്ളവന് ഈ യോർദാൻ കടക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. जो प्यासे हैं वो योरदान का पार करना बड़ा खुशी का യമേൻ, ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റ് ഇവനൊരു പ്രശ്നമല്ല. आंधी तूफान कुछ भी आए. യമേ, ചുഴലിക്കാറ്റിൽ അവൻ ആ ഗുരു എഴുന്നേറ്റ് പോകുമ്പോ അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോ और तूफान में वो जो उसका गुरु उठा ले जाते समय ഈ മനുഷ്യന് ചുഴലിക്കാറ്റ് ഒരു പ്രശ്നമല്ല. ये कुछ भी इसको कोई कार्य नहीं है. കാരണം എനിക്ക് ഇരട്ടി പങ്ക് വേണം. मुझे दुगना आशीष चाहिए. എനിക്ക് ഇരട്ടി പങ്ക് വേണം. दुगना अभिषेक चाहिए. എന്നായിരിക്കും ചോദിക്കാൻ കാരണമെന്നറിയാമോ? ये पूछने का कारण क्या है? യമേൻ, ഏലിയാവിന്റെ കാലത്ത് ഒരു ഇസ്രായേലി മാത്രം ഒതുങ്ങി നിന്നപ്പം एलिया के समय में इसराइल में ही था वाला जगह. ഏലീശയുടെ കാലം വന്നപ്പം വ്യത്യാസം വന്നു കേട്ടോ. एलिशा का समय आया तो उसमें बदलाव ഏലീശയ്ക്ക് ഒരു आया. കാര്യം അറിയാം. एलिशा एक बात जानता ഏലിയ है. ഒതുങ്ങിയതുപോലെ ഞാൻ യെരൂശലേമിൽ അവൻ ഇസ്രായേലിൽ മാത്രം ഞാൻ ഒതുങ്ങപ്പെടത്തില്ല. एलिया जैसा रुका था वैसा मैं इसराइल में എന്റെ ही ദൈവം नहीं रुकूंगा. ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് എന്നെ പറപ്പിക്കും. मेरा करीब वाले सारे राज्य में ഒരു രാജ്യത്ത് മാത്രം ഞാൻ ഒതുങ്ങത്തില്ല. एक ही राज्य में नहीं ഇന്ന് रुकूंगा. പകൽ വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിക്കേ. विश्वास करने वाले विश्वास कर ले. ആത്മാവിൽ വിളിച്ചു പറ, परमेश्वर ഒരു രാജ്യത്തിൽ ഞാൻ ഒതുങ്ങത്തില്ല. एक ही राज्य में नहीं रुकूंगा. രാജ്യങ്ങൾ എനിക്ക് വേണ്ടി ചില തുറക്കുകയാ. मैं अनेक जगह परमेश्वर की महिमा करूंगा. എലിയാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ एलिया का अभिषेक होने से ഇസ്രായേലിൽ മാത്രം കറങ്ങാം. इसराइल में ही रुक सकेगा. പക്ഷേ
എലീശ പറഞ്ഞു എനിക്ക് ഇസ്രായേലിൽ മാത്രം പോരാ. एलिशा कहता है मैं इस्राएल सिर्फ नहीं चाहता, അടുത്തുള്ള രാജ്യത്തും കൂടെ കാരണം. बगल के सारे राज्य भी चाहता हूँ. എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയാമോ? कहाँ ले गया? ഇസ്രായേലിൽ മാത്രമല്ല, इस्राएल में सिर्फ नहीं, ആരാം രാജ്യത്തെ വിറപ്പിച്ച മനുഷ്യൻ, आराम के राज्य को भी कंपाने वाला एक मनुष्य, ആത്മാവിന്റെ അധികാരം ആരാം രാജ്യത്ത് പോലും വിറപ്പിച്ചു കളഞ്ഞു. आत्मा का अधिकार आराम के राज्य को भी हिला ഇന്ന് പകൽ दिया. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? विश्वास करने आपसे होगा क्या? പക്ഷെ ഞാനൊരു പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പറയട്ടെ. नया नियम का एक प्रकाशन में പുതിയ बताऊंगा. നിയമത്തിലേക്ക് വന്നപ്പോ ഈ ആത്മാവുണ്ടല്ലോ, नया नियम में आया तो ये ഒരു आत्मा രാജ്യമല്ല, രണ്ട് രാജ്യമല്ല, एक राज्य नहीं, दो राज्य नहीं, ആഗോള വ്യാപകമായി ക്രിസ്തുവിനെ ഉയർത്താൻ. सारे संसार में मसीह को उठाने के लिए. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:8 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആമേൻ സ്തോത്രം യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. प्रेरितों 1:8 में कहता है आप शक्ति पाकर इस भूमि का सारे कोने तक जाके महिमा प्रभु का गवाही ഈ കൊതി बनेगा. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ കൊതി എത്ര പേർക്കുണ്ട്? ऐसा एक प्यास कितने लोगों में है? ആമേൻ. സ്തോത്രം. നിന്റെ വീടിനകത്ത് മാത്രം ഈ ആത്മസാന്നിധ്യം നിലനിൽക്കല്ലേ? ये आत्मा का सानिध्य आपके परिवार ഓ, में ही रहना. നമ്മളിൽ തന്നെ ഈ ദൈവ സാന്നിധ്യം ഒതുങ്ങി നിൽക്കരുത്. आपके अंदर ही ये रुकना नहीं. നമ്മളിട്ട് ചില സർക്കിളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് ദൈവ സാന്നിധ്യം. हमारे कुछ सीमा के अंदर ही नहीं ഇത് रहना. ആത്മാവിന്റെ സാന്നിധ്യം. ഇത് അവൻ ചലിപ്പിച്ചു തുടങ്ങണം പ്രിയപ്പെട്ടവരെ. ये आत्मा का सानिध्य में आप बाहर आना है. ഈ ഉപവാസ പ്രാർത്ഥന അവൻ വ്യത്യസ്തമായിട്ട് മാറട്ടെ. ये उपवास के प्रार्थना में बदलाव का कारण बनेगा. ഇങ്ങനെ എന്നെ ഉപയോഗിച്ച് ये मनुष्य को कितना उपयोग किया. പുതിയ നിയമത്തിലേക്ക് ഞാൻ വരാം. नया नियम में आएंगे. ഈ മനുഷ്യനെ കർത്താവ് ഉപയോഗം നോക്കിക്കേ. ये मनुष्य को परमेश्वर उपयोग किया. देखिए അവൻ വിട്ടുപിരിയാതെ നിന്ന മനുഷ്യൻ वो छोड़े बिना साथ में ഒരു था. പ്രതിസന്ധി വന്നപ്പോ ഓടിപ്പോയില്ല. एक तकलीफ आए तो पीछे गया അയ്യോ क्या? എന്റെ യജമാനൻ എന്റെ പക്കൽ നിന്ന് എടുക്കപ്പെടാൻ പോവാ, वो मेरा मालिक अभी जाने वाला ഇനി ഞാൻ है. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, मैं और यहाँ रह के फायदा ഇനി नहीं ഞാൻ है പ്രയോജനപ്പെടത്തില്ല, और मैं उपयोगी नहीं ഇനി बनूंगा എങ്ങനെ ഞാൻ പ്രയോജനപ്പെടും? और मैं कैसे प्रयोजन തിരിച്ചു होऊंगा? പോയേക്കാം, आज वापस लौटूंगा, പമ്മിയിരുന്നേക്കാം, चुप से बैठूंगा, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, मैं और प्रार्थना ഇനി नहीं ഞാൻ करूंगा, ഉപവസിക്കുന്നില്ല, मैं और उपवास ഇനി नहीं ഞാൻ करूंगा, ആരാധിക്കുന്നില്ല, मैं और ഇനി आराधना ഞാൻ नहीं करूंगा, വിശ്വസിക്കുന്നില്ല. मैं और विश्वास नहीं നമ്മുടെ करूंगा. അകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വിടുകയാണ്. हमारे अंदर भी बहुत बातें പക്ഷേ बोलते ഈ हैं, എലീശ അതിനൊന്നും തയ്യാറല്ല. लेकिन एलीशा कुछ के लिए भी तैयार ആമേൻ. नहीं हुआ. ആഞ്ഞടിച്ച वो ചുഴലിക്കാറ്റിനകത്ത് जो लहरें उठी, ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, मैं कई बार बोलता हूँ ചുഴലിക്കാറ്റ് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത आंधी तूफान को कोई भी नहीं रोक सकता. അല്ലേ? ചുഴലിക്കാറ്റൊന്നും നമ്മുടെ ഇടയിലൊന്നും വന്നിട്ടില്ല. आंधी तूफान हमारे बीच में आए नहीं है. അമേരിക്കയിലൊക്കെ ആമേൻ സ്തോത്രം കഴിഞ്ഞ ഇടയിലൊക്കെ കുറച്ച് നാൾ മുമ്പ് ചുഴലിക്കാറ്റ് അടിച്ചു. अमेरिका में से बड़ा एक तूफान आया. ആമേൻ. നമ്മുടെ ആമേൻ സ്തോത്രം അനീച്ചാന്റെ ഒക്കെ വീട് ആമേൻ പറിച്ചു കളഞ്ഞു മുഴുവൻ. पास्टर डैनियल थॉमस का घर सब टूट गया. ചുഴലിക്കാറ്റ് വരിക എന്ന് പറഞ്ഞാൽ वो तूफान आया बोलने से ആമേൻ സ്തോത്രം 100 കണക്കിന് കിലോമീറ്ററിന് ചുറ്റിയായി ഇത് വരുന്നേ. 100 मीटर का पूरा सर्कल में आता है. എത്ര പേര് കേൾക്കുന്നു? ഒരു ചുഴലിക്കാറ്റ് ഇവിടെ ഉണ്ടായാൽ एक आंधी आने से ആമേൻ ആൻഡമാൻസ് ഒന്നും കാണത്തില്ല. പിന്നെ अंडमान तो रहेगा भी नहीं. എത്ര പേര് കേൾക്കുന്നുണ്ട്? ചെറിയ രീതിയിൽ ഒരു 10 കിലോമീറ്ററോ അല്ല 5 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ ആ 5 കിലോമീറ്ററിന്റെ സകല സാധനം പറത്തിയെടുത്ത് പുറത്ത് കളയും. एक 5 किलोमीटर 10 किलोमीटर का अंदर आने से वो सारा सामान उठा के उड़ा देगा. എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റിനെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. आंधी को कोई भी रोक नहीं पाएगा. ആമേൻ. ചുഴലിക്കാറ്റിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. आंधी में कोई भी पकड़ के भी नहीं रुक सकते. അങ്ങനെ ഇരിക്കുമ്പോൾ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞ സകലത്തെയും ചുറ്റി 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 പൊക്കിയെടുത്ത് കൊണ്ടുവന്ന ऐसे आंधी सबको घुमा घुमा के उठा के ले ഈ जाता है. മനുഷ്യനോട് പറഞ്ഞ നീ ഇത് കാണുന്നെങ്കിൽ സംഭവിക്കും. इस मनुष्य से बोलते तू अगर मुझे നോക്കി देखेगा എത്ര तो ये ത്യാഗം होगा. സഹിച്ചെന്ന് ഓർത്ത് നോക്ക്. कितना त्याग हो എടാ, सहा. അഭിഷേകത്തിന് വേണ്ടി ത്യാഗം സഹിക്കണം. अभिषेक के लिए अपना त्याग ദൈവത്തിന്റെ सहना है. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെടുവാൻ ആമേൻ നീ ദൈവസന്നിധിയിൽ ചില ത്യാഗങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. पवित्र आत्मा का सानिध्य आप में प्रकट होने के लिए आप त्याग सहने के ചുമ്മാതിരുന്നപ്പോ तैयार हैं. ഓടിക്കേറി വരുന്നതല്ല പരിശുദ്ധാത്മാവ്. चुप से बैठने से दौड़ के आने നാം वाला नहीं है. ദൈവസന്നിധി पवित्र आत्मा വിശുദ്ധിയോടെ നിലനിൽക്കുമ്പോൾ पवित्रता से रुकेंगे കഴിഞ്ഞ तो ദിവസങ്ങളൊക്കെ അക്കമിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഓരോ വചനങ്ങളും അകത്ത് പ്രാപിച്ചും അകത്ത് ഏറ്റെടുത്തും അതിനെ ക്രമീകരിക്കുമ്പോൾ ഈ ദൈവ സാന്നിധ്യം പകരപ്പെടും. पिछले दिनों में सुना हुआ वचन पवित्र आत्मा का जो सामर्थ हम लोग अंदर पाएंगे तो ये बल मिलेगा. അങ്ങനെ നാം വിശുദ്ധിയോടെ ഇതിനെ പ്രാപിച്ചാൽ ऐसे हम लोग पवित्रता से पाने से ഓ ഇത് പോത്തില്ല. ये हमसे नहीं എത്ര जाएगा. പേര് കേൾക്കുന്നുണ്ട്? ഉപരി വിപ്ലവത്തിലൊക്കെ നമുക്ക് പല ദൈവ പ്രവൃത്തിയും പല ദൈവശക്തിയും പല ദൈവ ശബ്ദവും കേൾക്കാം.
बाहर से हम लोग बहुत कुछ आवाज बहुत कुछ देख सकते हैं। എത്ര പേര് ഇവിടെ ആത്മാവിൽ നിറയുമ്പോൾ ഒരുപക്ഷേ അടുത്തിരിക്കുന്നവർക്ക് ഒരു ബലം വന്നെന്ന് വരാം. इतना जन आत्मा में आराधना करते समय बगल वाला शायद सामर्थ्य പക്ഷേ നീ करेगा। ആലയം വിട്ട് പുറത്തു പോകുമ്പോൾ ആ ബലം നഷ്ടമാണ്. ये आलय छोड़कर बाहर जाएगा तो बल नष्ट हो जाएगा। വചനത്തിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് നീ പ്രാപിച്ചു നോക്കി. वचन में आप उतर के पाने से, ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ ഒന്ന് ഏറ്റെടുത്ത് നോക്കി. परमेश्वर की व्यवस्था में ठहरे रहकर ये पाने से ഞാൻ ദൈവമക്കളോട് പറയാ, ഉറപ്പായിട്ട് നമുക്ക് അത് നിലനിൽക്കുന്ന അഭിഷേകമായിരിക്കും. जरूर आप स्थिर रहने वाला एक अभिषेक पाएगा। ഉറപ്പായിട്ടും അത് നിലനിൽക്കുന്ന ഒരു അഭിഷേകം, जरूर स्थिर रहने वाला एक अभिषेक पाएगा। ആത്മതലം അതിനകത്ത് പുറത്തു വരും. आत्मा का एक अनुभव उसमें ഈ प्रकट മനുഷ്യ होगा। സത്യത്തിൽ ചങ്കുപൊട്ടി ഇങ്ങനെ ഹൃദയം തുറന്ന് കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ये मनुष्य अपना हृदय खोल कर खड़ा है। ആമേൻ. കണ്ണടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. आंख बंद होने का अवस्था आ सकता है। പെട്ടെന്ന് ഭയപ്പെടാൻ സാധ്യതയുണ്ട്. जल्दी से वो डरने का अवस्था ആ आ सकता है। ഞടിക്കുന്ന ഈ ചുഴലിക്കാറ്റിനകത്ത് जो घोर आंधी आती है, ഭയം വരാനുള്ള സാധ്യത കൂടുതലാണ്. डरने का भी अनुभव आ सकता പക്ഷേ है। അതിന്റെ നടുവിൽ उसके बीच में കൊതിയുള്ളവൻ പിടിച്ചു നിൽക്കുക. प्यासा है वाला रुका है। എത്ര പേര് ആമേൻ പറയും? വാഞ്ച അകത്ത് വാഞ്ചയുള്ളവനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. अंदर में अगर प्यास हो तो आप स्थिर रुकेंगे। സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കാൻ പറ്റത്തില്ല. അങ്ങനെ स्तुति करो बोलने से स्तुति नहीं कर ഉപവസിക്കാൻ पाएंगे। പറഞ്ഞാൽ ഉപവസിക്കാൻ പറ്റത്തില്ല. उपवास करो बोलने से नहीं നീ कर पाएंगे। ആരാധിക്കുന്നു പറഞ്ഞാൽ ആരാധിക്കാൻ പറ്റത്തില്ല. आराधना करो बोलने से നീ नहीं कर पाएंगे। വിശ്വസിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. विश्वास करो बोलने से नहीं कर पाएंगे। അകത്തൊരു കൊതി വേണം. आपके अंदर में एक प्यास रहना, അകത്തൊരു വാഞ്ച വേണം. अंदर में एक वांछा എനിക്കൊരു रहना। വിടുതൽ ലഭിക്കപ്പെടണമെന്ന് എനിക്കൊരു ആഗ്രഹം വേണം. मुझको छुटकारा चाहिए ऐसा एक आग्रह होना। നമ്മൾ നാടൻ ഭാഷ പറയും, ഉന്തി മരം കയറ്റിയാൽ നെഞ്ചെന്ത് ചെയ്യും? ഒരയെന്ന് പറയും. मलयालम में कहावत है, धकेल के पेड़ चढ़ाने से अपना छाती छिल जाएगा। തള്ളി ഒരുത്തനെ മണ്ടക്കോട്ട് കയറ്റുക. धकेल के पेड़ में चढ़ाता है, അവന് കയറാൻ അറിയത്തില്ല. वो चढ़ना नहीं जानता, പക്ഷെ ഇവനെ തള്ളി കയറ്റുക. उसको चढ़ाते हैं। തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കൈ വിട്ട് കഴിഞ്ഞാൽ, धक्का लगा के चढ़ा तो अगर हाथ छोड़ दिया तो തള്ളി അതിനേക്കാൾ സ്പീഡിൽ എന്ത് ചെയ്യും? जितना जोर से उसको धक्का लगा है उससे ज्यादा स्पीड में नीचे आएगा। സ്തോത്രം. എത്ര എന്നെ തല്ലിയാലും ഞാൻ നന്നാകത്തില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. कितना भी मारे मैं सुधरूंगा नहीं ऐसा बोलने वाले भी है। എന്റെ ഉപദേശി നീ ഇയാൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങള് നന്നാവാൻ പോകുന്നില്ല. मेरा परमेश्वर का दास आप कितना भी बोले हम अच्छे नहीं ഇത് होंगे। ആർക്ക് പോയി? किसको गया? എത്ര പേര് കേൾക്കുന്നു? ഇത് ആർക്കാ പോയേ? किसका गया? നിന്റെ കുടുംബത്തിനാ പോയേ? तेरे परिवार को നിന്റെ गया, തലമുറയ്ക്കാ പോയേ? तेरे बच्चे को गया। ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ये अगर आप स्वीकार करने के लिए എന്നേ तैयार ചില होंगे, ജയങ്ങളെ പ്രാപിക്കാമായിരുന്നു. कब से कुछ जय आप पा सकते എന്നേ हैं, ചില അത്ഭുതങ്ങളെ വീടിനകത്ത് വെളിപ്പെട്ടത്. कब से कुछ चमत्कार आपके परिवार में प्रकट ആർക്കാനും होगा। വേണ്ടി ഇതിനകത്ത് കയറല്ലേ. और किसी के लिए इसका अंदर मत आए, നിർബന്ധത്താൽ ഇതിനകത്ത് വരരുത്. किसी का जबरदस्ती से मत ഇത് आए। നിനക്ക് പ്രയോജനമില്ല. ये आपको फायदा नहीं होगा। വാഞ്ചയുണ്ടെങ്കിൽ प्यास होने से നീ തിരിച്ചു പോകുന്നത് लौट के जाने वाला ഇരട്ടി അധികാരത്തോടാ. दुगना अधिकार के साथ। ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു പ്രവചനം വിളിച്ചു പറയാം. आत्मा में मैं भविष्यवाणी करता हूं। വാഞ്ചയുള്ളവനായി 21 ദിവസം ദൈവസന്നിധി വരുന്നെങ്കിൽ 21 दिन आने वाला जो प्यास ഈ के साथ आते 21 हैं, കഴിഞ്ഞ് നീ എഴുന്നേക്കുന്നത് നിന്റെ ജീവിതത്തിൽ വ്യത്യസ്തതയോടെയാ. ये 21 के बाद आप उठेगा आपके जीवन में बदलाव के साथ। ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി രാജ്യങ്ങൾ കാത്തിരിക്കുക. हमारे बच्चों के लिए राज्य तैयार നമ്മുടെ है, കുടുംബങ്ങൾക്ക് വേണ്ടി ദേശങ്ങൾ കാത്തിരിക്കുകയാ. हमारे परिवार के लिए देश तैयार നമ്മുടെ है, ശബ്ദത്തിന് വേണ്ടി ദേശങ്ങൾ കാത്തിരിക്കുകയാ. हमारे आवाज के लिए देश तैयार നിന്റെ है, ശബ്ദങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. आपकी आवाज के लिए राज्य का द्वार खुलने वाला है। നിന്നിലുള്ള വെളിപ്പാട് വെളിപ്പെടുത്താൻ आपके द्वारा ചില प्रकाश, രാജ്യങ്ങൾ ഓപ്പണാകും. कुछ राज्य खुलेगा। ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു. आप लोग विश्वास कर ले प्रिय जनों। ദൈവാത്മാവോട് ശക്തമായി പറയുന്നു, परमेश्वर की आत्मा सामर्थ्य, തലമുറകൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ചില രാജ്യങ്ങൾ തുറക്കപ്പെടട്ടെ. बच्चों के लिए परिवार के लिए कुछ राज्य खुलने ചില वाला है, ദേശങ്ങൾ തുറക്കപ്പെടട്ടെ. कुछ रास्ते खुलने वाला है, ചില കുടുംബങ്ങൾ തുറക്കപ്പെടട്ടെ. कुछ परिवार खुलने वाला है। ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. कितने लोग स्वीकार करते हैं, स्वीकार कर ले। നിന്റെ തലമുറയ്ക്ക് വേണ്ടി രാജ്യങ്ങൾ തുറക്കട്ടെ. आपके बच्चे के लिए राज्य खुलेगा। ഈ മനുഷ്യൻ വെയിറ്റ് ചെയ്തു, ഈ മനുഷ്യൻ കാത്തിരുന്നു. ये मनुष्य इंतजार करता है। ആമേൻ.
സ്തോത്രം. എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കുവല്ലേ ഇത്? कैसे भी भाग के जाने के लिए नहीं, ഇവൻ കാത്തിരിക്കുക. ये इंतजार करता है. കാത്തിരുന്നു ഇവൻ. इंतजार किया. ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. दुगना अभिषेक के लिए ഇരട്ടി इंतजार ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. दुगना आत्मा के लिए ഈ इंतजार. 21 ദിവസം കാത്തിരിക്കുന്ന ദൈവമക്കളെ, इन दिनों में इंतजार करने അവൻ वाले लोगों നമുക്ക് വേണ്ടി ചിലത് തുറക്കട്ടെ.